ആദ്യം നമുക്ക് ഒരു സ്പ്ലാഷ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കാം. അതിനായിട്ട് ഫ്ലട്ടർ ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഗിവ് എ ഫോൾഡർ നെയിം, ലെറ്റ്സ് കോൾ ഇറ്റ് സ്പ്ലാഷ്. അത് സ്പ്ലാഷ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഡയറക്ടറി ഉണ്ടാക്കുന്നു. ഇഫ് യു മൂവ് ടു സ്പ്ലാഷ്, നമുക്കതിലെ കണ്ടൻസ് കാണാം. യു ക്യാൻ സി നമ്മുടെ ബേസിക്കായ എല്ലാ ഫയൽസും ഫോൾഡേഴ്സും അതിലുണ്ട്. നമുക്കത് VS കോഡിൽ ഓപ്പൺ ചെയ്യാം വിത്ത് കമാൻഡ് കോഡ് ഡോട്ട്. ഇപ്പോൾ നമ്മുടെ VS കോഡിൽ പ്രൊജക്റ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ലിബ് ഫോൾഡറിൽ പോയിട്ട് മെയിൻ ഡോട്ട് ഫയൽ എടുത്താൽ നമ്മുടെ ഡിഫോൾട്ട് കൗണ്ടർ ആപ്പ് നമുക്ക് കാണാൻ പറ്റും. ഈ കൗണ്ടർ ആപ്പിലെ എല്ലാ കോഡും നമ്മൾ റിമൂവ് ചെയ്യാണ്. വി വിൽ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. നമ്മുടെ ഡാട്ട് പ്രോഗ്രാമിന് നമ്മുടെ എൻട്രി ഫംഗ്ഷനായ മെയിൻ ഫംഗ്ഷൻ നമുക്ക് ആദ്യം വേണ്ടതുണ്ട്. സോ അതിനായിട്ട് നമുക്ക് മെയിൻ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്ലട്ടർ ആപ്പ് റൺ ചെയ്യാൻ റൺ ആപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ലെറ്റ്സ് കോൾ അവർ ആപ്പ് മൈ ആപ്പ്. മൈ ആപ്പ് ഇപ്പോഴും ഡിഫൈൻഡ് അല്ല. നമ്മൾ ഓവർ ചെയ്താൽ മൈ ആപ്പ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓൾസോ റൺ ആപ്പും. ഈ റൺ ആപ്പ് എന്ന് പറയുന്നത് ഫ്ലട്ടർ എന്ന് പറയുന്ന പാക്കേജിലാണ്. സോ വി ഹാവ് ടു ഇമ്പോർട്ട് ദാറ്റ്. സോ ഇമ്പോർട്ട് പാക്കേജ് ഫ്ലട്ടർ. ഫ്ലട്ടറിലെ മെറ്റീരിയൽ ഡോട്ട് എന്ന് പറയുന്ന ഫയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ മൈ ആപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ്ലെസ് വിഡ്ജെറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്. നമ്മളിത് സ്റ്റേറ്റ്ഫുൾ ആക്കും. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ സ്റ്റേറ്റ്ലെസ് വിഡ്ജെറ്റ് ഉണ്ടാക്കുന്നു. ലെറ്റ്സ് കോൾ ഇറ്റ് മൈ ആപ്പ്. ഇവിടെ നമ്മൾ ഒരു മെറ്റീരിയൽ ഡിസൈൻ യൂസ് ചെയ്യുന്നു. സോ ലെറ്റ്സ് യൂസ് മെറ്റീരിയൽ ആപ്പ്. ആൻഡ് ഹോം പേജ് ആയിട്ട് നമ്മൾ ബേസിക് സ്കഫോൾഡ് വിച്ച് ഈസ് എ ബ്ലാങ്ക് വൈറ്റ് സ്ക്രീൻ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാനായിട്ട് നമുക്ക് ഇത് ഒരു ഏതെങ്കിലും സിമുലേറ്ററിൽ ഓപ്പൺ ചെയ്യാം. സിമുലേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ അടിയിൽ ഡിവൈസസ് സെലക്ട് ചെയ്താൽ നമുക്ക് iOS സിമുലേറ്റർ കാണാം. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് എമുലേറ്റേഴ്സും യൂസ് ചെയ്യാം. ഞാനിവിടെ iOS സിമുലേറ്റർ യൂസ് ചെയ്യുന്നു. എൻ്റെ ഡിഫോൾട്ടായ iOS സിമുലേറ്ററായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് iPhone 16 Plus ഡിവൈസാണ്. സോ അത് റൈറ്റ് സൈഡിൽ വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ സിമുലേറ്ററിൽ ആപ്പ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കളയാൻ ഇതിൽ കുറേ ആപ്സുകൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ നമ്മുടെ സ്പ്ലാഷ് എന്നതാണ് നമ്മുടെ ആപ്പ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു നത്തിങ് ഹാപ്പൻസ്. ഒരു സ്പ്ലാഷ് സ്ക്രീൻ എന്നത് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നൊരു ഇൻട്രൊഡക്ടറി സ്ക്രീനാണ്. അത് നമുക്ക് ബ്രാൻഡിങ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഇൻ്റർനെറ്റിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യുമ്പം അത് യൂസറിന് മനസ്സിലാവാതിരിക്കാൻ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് കളയാതിരിക്കാൻ നമുക്കൊക്കെ ഈ അത്തരം ടാസ്കുകൾ നമുക്ക് ഈ സ്പ്ലാഷ് സ്ക്രീൻ ടൈമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളൊരു ഫ്ലട്ടർ ആപ്പ് ലോഞ്ച് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ സ്പ്ലാഷ്, അത് ഫ്ലട്ടർ ഫ്രെയിംവർക്ക് ലോഡ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഫ്രെയിംവർക്ക് ലോഡ് ആകുന്നതുകൊണ്ട് തന്നെ ഒരു സ്പ്ലാഷ് സ്ക്രീൻ നമ്മൾ ഫ്ലട്ടർ ഉപയോഗിച്ച് ചെയ്താൽ അത് ആപ്പ് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ കാണിക്കാൻ ബുദ്ധിമുട്ടാവും. ഫോർ എക്സാമ്പിൾ അതിനായിട്ട് നമ്മൾ നേറ്റീവായിട്ട് കോഡ് എഴുതേണ്ടി വരും. ബൈ നേറ്റീവ് ഐ മീൻ നമ്മൾ iOS ആപ്പാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫ്ലട്ടർ കോഡിൽ iOSന് സ്പെസിഫിക് ആയിട്ട് കോഡ് എഴുതേണ്ടി വരും. ഇത് നേറ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് pub.dev പോയിട്ട് ഫ്ലട്ടർ നേറ്റീവ് സ്പ്ലാഷ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ പാക്കേജ് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഫ്ലട്ടർ പ്രൊജക്റ്റിൽ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇൻസ്റ്റാളിങ് എന്ന് പറയുന്ന ടാബിൽ പോയാൽ നമുക്ക് അത് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ള കമാൻഡ് കാണാൻ പറ്റും. ഫ്ലട്ടർ പബ് ആഡ് ഒരു പാക്കേജ് ആഡ് ചെയ്യാനുള്ള കമാൻഡാണ് ഇത്. നമുക്ക് പോയിട്ട് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ ടെർമിനലിൽ ഫ്ലട്ടർ പബ് ആഡ് നേറ്റീവ് സ്പ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്താൽ അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് റൺ ചെയ്യാം. നമ്മൾ pubspec.yaml പോയാൽ നമുക്ക് കാണാൻ പറ്റും ആ നേറ്റീവ് സ്പ്ലാഷ് എന്ന് പറയുന്ന ഡിപ്പെൻഡൻസി നമ്മുടെ ഫയലിൽ ആഡ് ആയിട്ടുള്ളത്.
ഇനി നമുക്ക് ഈ പാക്കേജ് നമ്മുടെ ഫ്ലട്ടർ ഫയൽ യൂസ് ചെയ്യണമെങ്കിലുള്ള കമാൻഡാണ് ഇത് നമുക്ക് ഇമ്പോർട്ട് ചെയ്താൽ മതി. സോ അത് നമുക്ക് കോപ്പി ചെയ്യാം. ഇനി നമുക്ക് അത് നമ്മുടെ ഫയലിൽ കൊണ്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ ഒരു വാർണിംഗ് വരുന്നത് നമുക്ക് കാണാം. അൺയൂസ്ഡ് ഇമ്പോർട്ട് എന്നാണ് കാണിക്കുന്നത്, കാരണം ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് pubspec.yaml പോലെ തന്നെ ഒരു ഫ്ലട്ടർ നേറ്റീവ് സ്പ്ലാഷ് എന്ന് നമുക്ക് ഇവിടെ എം ടി സ്പേസിൽ ഹോവർ അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ മെയിൻ പ്രൊജക്റ്റ് ഫോൾഡറിലേക്ക് വരും. അത് നമുക്കൊരു YAML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ സ്പ്ലാഷ് സ്ക്രീൻ കോൺഫിഗർ ചെയ്യാനുള്ളൊരു ഫയലാണ്. ലെറ്റ്സ് കോൾ ഇറ്റ് നേറ്റീവ് സ്പ്ലാഷ്. എക്സ്റ്റൻഷൻ നമ്മൾ YAML കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഇവിടെ പോയാൽ തന്നെ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവരവിടെ പറയുന്നുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ഫ്ലട്ടർ നേറ്റീവ് സ്പ്ലാഷ് എന്ന് പറയുന്നത് ഒരു കീ ഉണ്ടാക്കാം. സോ ഫ്ലട്ടർ നേറ്റീവ് സ്പ്ലാഷ്. എന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട പ്ലാറ്റ്ഫോംസ് സ്പെസിഫൈ ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ ആൻഡ്രോയിഡ് you can set it to true. You can set iOS to true and web നമുക്ക് false കൊടുക്കാം. Who use anyways splash screens on web. നമുക്കിനി സ്പ്ലാഷ് സ്ക്രീൻ ഓപ്പൺ ആയി വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഹിയർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആണ്. ഇത് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഓൾസോ ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ അതിൻ്റെ ഇമേജ് ലോഗോ ഇവിടെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇമേജ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇമേജ് കൊണ്ടുവരാനായിട്ട് നമുക്കൊരു ആസറ്റ്സ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാക്കാം. സോ ഈ ബ്ലാങ്ക് സ്പേസിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ റൂട്ട് ഡയറക്ടറി ഇട്ട് വരും. ഇവിടെ നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കാം കോൾഡ് ആസറ്റ്സ്. ഇനി ആസറ്റ്സിൽ നമുക്ക് നമ്മുടെ ഇമേജ് കൊടുന്ന് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ആസറ്റ്സ് ഫോൾഡറിൽ വന്നിട്ട് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഐ കോൾ ഇറ്റ് ബൂ ലോഗോ. ഇറ്റ്സ് എ PNG ഇമേജ്. ഇത് നമുക്ക് നമ്മുടെ ആസറ്റ്സ് ഫോൾഡറിൽ കാണാൻ പറ്റും. എന്നാലും നമ്മൾ ഫ്ലട്ടർ പബ് ഗെറ്റ് കമാൻഡ് റൺ ചെയ്യുക. അത് എല്ലാ റിസോഴ്സസും നമ്മൾ ഡൗൺലോഡ് ചെയ്യും. ഈ ഇമേജസൊക്കെ പുതിയ ആഡ് ചെയ്യുമ്പോഴൊക്കെ ഫ്ലട്ടർ പബ് ഗെറ്റ് റൺ ചെയ്യുന്നത് ഒരു ഗുഡ് പ്രാക്ടീസാണ്. ഇനി നമുക്ക് ഈ ഇമേജ് എന്ന് പറയുന്ന പാത്തിൽ നമ്മുടെ ഇമേജിൻ്റെ പാത്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആസറ്റ്സിൽ ഇറ്റ് ഈസ് booLogo.png. ഇനി ഇത് റൺ ചെയ്യാൻ ഈ pub.devil നമ്മൾ ആ പാക്കേജിൽ റീഡ്മിയിൽ ഒരു യൂസേജിൽ റൺ ദ പാക്കേജ് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഒന്നെങ്കിൽ pubspec.yaml ഫയലിൽ തന്നെ ഈ കോൺഫിഗറേഷൻ ചെയ്യാം. പക്ഷേ വേറൊരു ഫയൽ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. അതാണ് കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫയലിൻ്റെ പാത്തും കൂടി സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ പാത്ത് കോപ്പി ചെയ്യാം. എന്നാൽ നമുക്ക് പ്രൊജക്റ്റിലോട്ട് പോകാം. പ്രൊജക്റ്റ് വന്നിട്ട് ടെർമിനലിൽ നമ്മൾ .run flutter native splash : create then there is a flag called path. നമ്മൾ പാത്ത് ടു ദ ഫയലാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇത് റൂട്ട് ഡയറക്ടറി ആയിട്ടുണ്ട്. ഐ ക്യാൻ ജസ്റ്റ് ടൈപ്പ് ദി ഫയൽ നെയിം വിച്ച് ഈസ് നേറ്റീവ് സ്പ്ലാഷ്. അത് റൺ ചെയ്യാം. ആൻഡ് ദർ ഈസ് സം എറർ. നമുക്കിനി ഈ കളറും ഇമേജും നമുക്ക് കൊടുക്കാം. സോ കളർ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. സോ ഇറ്റ് ഈസ് #000000 ആൻഡ് ഇമേജ് നമ്മൾ ആസറ്റ്സിലുള്ള booLogo.png എന്ന് പറയുന്ന നമ്മൾ യൂസ് ചെയ്യുന്നു. ലെറ്റ്സ് യൂസ് സിംഗിൾ കോട്ട് ബിക്കോസ് ഐ എം യൂസ്ഡ് ടു ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കമാൻഡ് റൺ ചെയ്യാം. ഓക്കെ, അത് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ main.dot ഫയൽ വന്നിട്ട് നമ്മൾ റൺ വിത്തൗട്ട് ഡീബഗിങ് ഒന്നും കൂടി കൊടുക്കുന്നു.
ഇതിപ്പോൾ വാണിംഗ് ഉണ്ട്. ഫോർ നൗ നമുക്കത് കമൻറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് main.dot ഫയൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. യെസ്, ഇവിടെ നമുക്ക് സ്പ്ലാഷ് സ്ക്രീൻ പെട്ടെന്ന് വന്ന് പോയതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇത് എങ്ങനെ കുറച്ച് നേരം ഒരു 2 to 3 seconds നമുക്ക് എങ്ങനെ കുറച്ച് നേരം നിൽക്കാൻ നോക്കാം. ഇവിടെയാണ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഈ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് നമ്മൾ സ്റ്റേറ്റ് മാറുമ്പോൾ മാത്രം നമ്മൾ യൂസ് ചെയ്യില്ല. നമുക്ക് ഈ ഇനിറ്റ് സ്റ്റേറ്റ് നമുക്ക് ആക്സസ് ചെയ്യാനും നമ്മൾ ഈ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് സ്റ്റേറ്റ്ഫുൾ ഒരു വിഡ്ജറ്റ് ട്രീയിലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോഴുള്ള ആ സ്റ്റേറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ഇനിറ്റ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിനെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആക്കാറുണ്ട്. സോ നമുക്ക് ഇതിനെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഫുൾ വിഡ്ജറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിറ്റ് സ്റ്റേറ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഇനിറ്റ് സ്റ്റേറ്റിൽ നമ്മുടെ ഒരു ഫങ്ഷൻ ഇനിറ്റ് എന്ന് കോൾ ചെയ്യുന്നു. അത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ ഇനിറ്റ് മെത്തേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ഇനിറ്റ് മെത്തേഡ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് 2 seconds വെയിറ്റ് ചെയ്യുന്നു. സോ ഇതൊരു അസിൻക്രോണസ് ഓപ്പറേഷനാണ്. സോ നമുക്കൊരു 2 seconds ഡിലേ ക്രിയേറ്റ് ചെയ്യാം. സോ ഇറ്റ് വിൽ നോട്ട് റിട്ടേൺ എനിത്തിങ്. സോ അതുകൊണ്ട് നമുക്ക് വോയിഡ് യൂസ് ചെയ്യാം. റിട്ടേൺ ടൈപ്പ് അസിങ്ക് കീവേഡ് യൂസ് ചെയ്യുന്നു ബിക്കോസ് ഇറ്റ്സ് ആൻ അസിൻക്രോണസ് ഫങ്ഷൻ. ഇനി നമുക്ക് ഒരു 2 seconds ഡിലേ വേണം. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി 2 seconds വെയിറ്റ് ചെയ്യാൻ നമ്മൾ future.delayed എന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിന് ഡ്യൂറേഷൻ ആവശ്യമാണ്. സോ വിച്ച് ഈസ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് നമുക്ക് സെക്കൻഡ്സിലോട്ട് കൊടുക്കാം. 2 seconds കൊടുക്കുന്നു. നമുക്കിത് അവൈറ്റ് ചെയ്യാം. സോ അത് കംപ്ലീറ്റ് ആവുന്നവരെ അവൈറ്റ് ചെയ്യാം. ഇനി ഈ 2 seconds കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നടക്കണോ എന്നുള്ളത് നമുക്ക് ഇവിടെ ഓപ്ഷണലായിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒന്നും പറയുന്നില്ല. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ എപ്പോഴും സ്പ്ലാഷ് സ്ക്രീനിൻ്റെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഈ സിമുലേറ്റർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് റൺ ചെയ്യുക. എന്നാലേ നമുക്ക് ഈ സ്പ്ലാഷ് സ്ക്രീൻ ഇഫക്റ്റ് കാണാൻ പറ്റുള്ളൂ. സോ നമുക്കൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ഹാപ്പനിങ്. അത് പെട്ടെന്ന് പോകാൻ്റെ കാരണം നമുക്കറിയാം, സ്പ്ലാഷ് സ്ക്രീൻ വിൽ ബി റിമൂവ്ഡ് വെൻ ഫ്ലട്ടർ ഹാസ് ഡ്രോൺ ദ ഫസ്റ്റ് ഫ്രെയിം. പാക്കേജിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പ്ലാഷ് സ്ക്രീൻ കുറച്ച് നേരം അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിസർവ് എന്ന് പറയുന്നത് മെത്തേഡ് എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ റിമൂവ് ചെയ്യാനും എക്സ്പ്ലിസിറ്റായിട്ട് നമുക്ക് കോൾ ചെയ്യേണ്ടതുണ്ട്. സോ ഈ റിമൂവ് ചെയ്യണത് എക്സ്പ്ലിസിറ്റായി കോൾ ചെയ്യണം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും. സോ നമ്മുടെ ആ ഇനിറ്റ് മെത്തേഡിൽ നമുക്ക് ഈ റിമൂവ് കോൾ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് മെയിൻ ഫങ്ഷനിൽ ഈ 2 ലൈൻസ് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് കോപ്പി ചെയ്യാം. നമ്മുടെ കോഡിൽ പോയിട്ട് മെയിൻ ഫങ്ഷനിൽ ഇത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ ഇവിടെ നമ്മൾ നേരത്തെ കമൻറ്റ് ചെയ്ത് വെച്ചായിരുന്നു, അത് നമുക്ക് അൺകമൻറ്റ് ചെയ്യാം. നൗ ഈ ലൈന് ഇത് ഫസ്റ്റ് ലൈന് വിഡ്ജറ്റ് ബൈൻഡിങ് എൻഷുർ ഇനീഷ്യലൈസ്ഡ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ എക്സ്പ്ലിസിറ്റായിട്ട് നമുക്ക് ഈ ഫ്ലട്ടർ നേറ്റീവ് സ്പ്ലാഷ് ഡോട്ട് റിമൂവ് കോൾ ചെയ്യേണ്ടതുണ്ട്. സോ നമുക്കത് കോപ്പി ചെയ്യാം. ആ ലൈന് കോപ്പി ചെയ്താൽ എന്നിട്ട് നമുക്ക് അവിടെ കോൾ ചെയ്യാം. അത് കോൾ ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമുക്ക് ഈ സിമുലേറ്റർ നമുക്ക് ആദ്യം സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് നോക്കാം. ഇവിടെ കണ്ടോ, സ്പ്ലാഷ് സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ട് അത് പോകുന്നില്ല, അതവിടെ ഫിക്സായി നിൽക്കുകയാണ്. സോ നമുക്ക് 2 or 3 seconds ഒക്കെ നമുക്കിവിടെ കൊടുക്കാം.
ഇവിടെ 2 seconds ഞാൻ ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നു. ഓർ ലെറ്റ്സ് മേക്ക് ഇറ്റ് 3. നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് കോൾ ചെയ്യണം, അല്ലെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും. സോ നമുക്കൊന്നും കൂടി ഈ സിമുലേറ്റർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് കാണാം ഒരു 3 സെക്കൻഡ് ഏകദേശം കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ സ്കഫോൾഡിലോട്ട് നമ്മുടെ മെയിൻ സ്ക്രീനിലോട്ട് പോയിട്ടുണ്ട്. സോ ഇതാണ് സ്പ്ലാഷ് സ്ക്രീൻ.